ഞങ്ങൾ വിചാരിച്ച പോലെ 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലും ഇല്ല. പിന്നെ നമ്മളോട് ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പോയിട്ട് തിരക്കുണ്ടോ? ഞാൻ പാക്ക് ചെയ്തിട്ടല്ല. പെട്ടെന്ന് പെട്ടിയെടുക്കും. അല്ല ഇത് സോങ് പാങ് ലാമ, ഡൽഹിയിലുള്ള എന്റെ പ്രൊഫസർ അയച്ചെന്ന മെയിലാണിത്. ഈ ലാമയുടെ കയ്യിലായിരുന്നു 5 ടിബറ്റൻസ് എന്ന പെയിന്റിംഗ് അവസാനമായി എത്തപ്പെട്ടത്. ഈ ലാമ 3 വർഷം മുൻപ് കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പരിക്കേറ്റ ഒരു സന്യാസി കോമയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കൈമാറിയ വിവരങ്ങളാണ് ഈ മെയിലിലുള്ളത്. ആർട്ട് കലണ്ടറിലൊന്നും ഈ പെയിന്റിങ്ങിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടേയില്ല. ടിബറ്റൻ കലാപ സമയത്ത് അമൂല്യ രത്നങ്ങൾ കടത്താൻ ഉപയോഗിച്ച ഒരു മറ മാത്രമായിരുന്നു ഈ പെയിന്റിംഗ്. ഇന്ന് ചൈനീസ് സർക്കാരിന് അവകാശപ്പെട്ടതാണ് ആ രത്നങ്ങൾ. അതിന്റെ വിലയാകട്ടെ ഏകദേശം 300 കോടി രൂപ. അത് കണ്ടെത്തി തിരിച്ചു നൽകുന്ന ആളിന് അതിന്റെ 10% പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനീസ് സർക്കാർ, അതായത് 30 കോടി രൂപ. എന്താടാ പറയാടാ? വാ. ദേവു, അന്ന് ഷിംലയിൽ നിന്റെ ഒപ്പം വന്ന വെല്ലിച്ചൻ അയാളിപ്പോ വീട്ടിലുണ്ടാവും. അച്ഛൻ മരിച്ച പിന്നെ ഞങ്ങള് കാശ് ചോദിക്കുന്ന വിചാരിച്ചിട്ട് വിളിക്കാറൊന്നുമില്ല. എവിടെയാളുടെ വീട്? കൂട്ടുപുഴ. കൂട്ടുപുഴ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. കാര്യം എന്താടാ കാര്യം? പറയാം വാ. കാര്യം എന്താ? പറയാം വാ. പറയാം. ആരുല്ലേ? എങ്ങനെയോ അവന്മാരെ കണ്ടുപിടിച്ചേ പറ്റൂ. ആ നമ്പർ തന്നെ. അവന്റെ ജീപ്പ് കണ്ണിപ്പെടുന്നതിന് മുമ്പ് വാ. എടാ, ആ നമ്പ്യാരന്മാർ അവിടെ നിൽക്കുമ്പോ നമ്മളെങ്ങനെ ആ ജീപ്പ് എടുക്കും? അല്ല, എന്റെ വണ്ടി പോവാ. ആ വണ്ടിയില്ല. പോണ്ടേ? വാ. ഇയാളെങ്ങനെ ഇതിനകത്ത്? മൊയ്തീനിക്ക എന്താ മോളെ? പുറത്ത് ഭയങ്കര വെയിലിന്റെ ചൂട്, ക്ഷീണം തോന്നിയപ്പോ കുറച്ചു നേരം ഇതിനകത്ത് കയറി ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നീട് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഇത് തുറക്കണമില്ല, അതുകൊണ്ട് മയങ്ങിപ്പോയി. സോറി മോളെ. അയ്യോ വേണ്ട. ഇവിടെ ഒരു തുണി കിടക്കുന്നു. മൂക്കിലെ രോമം കരിഞ്ഞു. ആ വെറുതെ അല്ല, ഈ ചീഞ്ഞ പുതപ്പ് ആരാണ്? അയാളുടെ ആയിരിക്കും. ചവിട്ടി പോവാനത് സൈക്കിളല്ല, കാറാ. കാറ്. കാളവണ്ടി ഇരിക്കുന്ന സുഖവും ഹെലികോപ്റ്ററിന്റെ ഒച്ച. ഒന്ന് മിണ്ടാണ്ടിരിക്കോ? ഞാൻ സംസാരിക്കുന്നതൊന്നും അല്ല, അത് എഞ്ചിന്റെ ശബ്ദമാണ്. ഉസ്മാൻ, कहाँ है तू? I'll be there in 5 minutes. जो जोसेफ तिरुतानतिल. हमें इस आदमी को ढूंढना होगा. जिस पेंटिंग का हमें तलाश है वो इसके पास है. ये साला हमारा भी बाप निकला. इसने लामास को धोखा दिया और शिमला में जाके पेंटिंग को चुरा लिया. साला उनका ट्रैवल एजेंट बना हुआ था. मैंने पता किया, इसका घर वायनाड में है. तो फिर हमें वायनाड निकलना चाहिए. लेट्स गो. सर चीप एंड बेस्ट होटल सर, चीप एंड बेस्ट, all services, very good massage, കേരള ഒഴിച്ചിൽ തടവ് മസാജ്. പീറ്റർ, ഇയാളെ ഒന്ന് പറഞ്ഞുവിട്. ഇതെന്താ മലയാളീസിന്റെ ലോറി മറിഞ്ഞു? ഇന്ന് മൊത്തം നമ്മുടെ ടീംസ് ആണല്ലോ സാർ. കോളേക്കകത്ത് നല്ല 5 സ്റ്റാർ ഹോട്ടലുണ്ട്. സാറിനെ കണ്ടിട്ടൊരു 5 സ്റ്റാർ ലുക്കും ഉണ്ട്. നിങ്ങൾക്ക് വെളിയിലൊരു കച്ചറ ലോഡ്ജ് അറേഞ്ച് ചെയ്ത് തരാം. ഒന്നും വേണ്ട, ഇയാളൊന്ന് പോയേ. അങ്ങനെ പറയല്ലേ സാറേ. क्या बोल रहे साला? സാറേ चल चल यहाँ से चल. बोलो ना तेरे को, चल फूक यहाँ से, चल निकल. ഈ ഫോട്ടോയിൽ കാണുന്ന സാറിന്റെ ഫ്രണ്ട്സ് ആണോ സാറേ? സാറ് അറിയോ ഇയാളെ? അറിയുമെന്നോ? അതെന്നാ ചോദ്യമോ സാറേ? ഞാനല്ല എല്ലാ സെറ്റപ്പും ഇവർക്ക് ഇവിടെ ചെയ്തു കൊടുത്തു. ഇവർക്കോ? ഇവരൊരു വലിയ ഗ്രൂപ്പല്ലേ. ഇന്ന് വന്ന് ലാൻഡ് ചെയ്ത് തന്നെ ഈ മൊയ്തീൻ്റെ ഈ കയ്യിലോട്ടാ. എന്താ സാറേ പ്രശ്നം?
ഈ സാറ് വല്ല കുഴപ്പക്കാരനോ മറ്റാണോ? പറയാം, താൻ ഇവനെ ഒന്ന് കാണിച്ചതാ. ചുമ്മാ അങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ സാറേ? അതിനൊക്കെ കുറച്ച് നടപടിക്രമങ്ങളില്ലേ? ഒക്കെ ശരിയാക്കാം മൊയ്തീനെ, താനൊന്ന് സഹകരിക്കേ. ഓക്കെ, സഹകരിക്കാം. നിങ്ങളെ ഇപ്പോഴേ ബ്രേക്ക് ഔട്ടിക്കും. അയ്യോ, ഹലോ, തുറക്ക്. സ്ഥലം എത്തിയോ? ലോക്ക് ലോക്ക് നോക്ക്. നാട്ടുകാരും ഇല്ലല്ലോ ഇതൊന്ന് വെട്ടിപ്പൊളിക്കാൻ. വെട്ടിപ്പൊളിക്കാൻ ഇതെന്താ ചക്കേ? ഇതെന്ത് തുറക്കൂലേ? ചില സമയത്ത് അത് അങ്ങനെയാ. അതേത് സമയം? നമുക്ക് എപ്പോഴും നല്ല സമയം. ഇത് കാറാ അതാ. എന്റെ പെങ്ങളെ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്ന് തള്ളണ്ട. എന്താടാ കാട്ടുപന്നിയുടെ മൂട്? ഈ വണ്ടി തന്നെ പ്രസിഡന്റ് കയറിയത്. എന്താ എത്ര സംശയം? അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴെങ്ങാനും എടുത്ത് കയറ്റിയതായിരിക്കാം. അയ്യോ, ഒന്ന് നോക്കി വീഴൂ സൽമാൻ. ഇരിക്ക്, ദാ. ഇതൊന്ന് തുറന്നു. ഇതെന്തോന്നും ബി നില വരെ തുറക്കാനും പറ്റുന്നില്ല. മെല്ലനൊന്ന് തട്ടിയാ മതി. ചവിട്ടല്ലേ? അയ്യോ, കമ്പനിന്ന് ഇപ്പൊ ഇറക്കിയ കാറല്ലേ, ചവിട്ടിയാ തേഞ്ഞു. ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത്, ബാക്ക് ബോൺ ട്വിസ്റ്റ് ചെയ്ത്, ഹെഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആൻഡ് ഇതെന്തത്? ഊഞ്ഞാല്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അയ്യോ, പതുക്കെ പതുക്കെ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ദാ, എങ്ങോട്ടാണെന്നുള്ള പറ. ഇതെന്താ തടി ഇറക്കണ? ഇതൊക്കെ കൂടി വണ്ടി നശിപ്പിക്കോ? ഇതൊക്കെ എനിക്ക് ഇനി ആവശ്യമുള്ള. ഇവനെയൊക്കെ വല്ല ലോറിയിൽ കൊണ്ടുവന്നാ പോരെ. അടയ്ക്കരുത്, തിരിച്ചു പോവാനുള്ളതാ. ഡോറ് തുറന്ന് തന്നെ കിടക്കട്ടെ. മൂട് ആകെ കേട്ടില്ലാത്തൊരു ഭാഗമായിരുന്നു, അതും അടയ്ക്കരുത് പെങ്ങളെ. ഇതാരുടെ ഭാര്യയല്ലേ? ഇവിടെ കിടക്ക. എന്താ എന്താ ഈ നേരത്ത്? ഞാൻ ദേവയാനിയെ അവൾ പോയല്ലോ. അവളൊരു കള്ളിയാ. ഫോൺ നമ്പർ പറ്റുമോ? ഫോൺ നമ്പർ എന്നും പറഞ്ഞ് എത്ര നമ്പർ വേണമെങ്കിലും തരാം, പക്ഷെ ഒന്നിലും അവളെ കിട്ടത്തില്ല എന്ന് ഉറപ്പാ. മോളെ, നിന്നോട് ചെയ്ത തെറ്റ്, ആ ബാഗിനുള്ളിൽ കണ്ട നോട്ടുകെട്ടുകളോട് തോന്നിയ മോഹം, അതാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ആ കാശുമായി തിരിച്ചെത്തിയ പിറ്റേന്ന് വീണതാണ് ഞാൻ. ഈശ്വരന്റെ ശിക്ഷ. അത് തിരിച്ചു ചോദിക്കാനാണ് സാറ് വന്നതെങ്കിൽ ഇവിടെ ഇപ്പോ അയ്യോ, ഞങ്ങൾക്കതൊന്നും വേണ്ട. ആ ബാഗിൽ മറ്റെന്തെങ്കിലും കുറെ പഴയ പത്രക്കെട്ടുകളും അതിനിടയിൽ ആ കാശും, വേറൊന്നും. ഉള്ള പ്രതീക്ഷയും പോയി. എൻ്റെ ജീവിതം നശിപ്പിച്ച ആ ബാഗ് ഇവള് പിന്നീട് എപ്പോഴോ കത്തിച്ചു കളയുകയും ചെയ്തു. പിന്നെ അതിനകത്ത് പഴയ ഒരു ടിബറ്റൻ കമ്പിളി ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് സിദ്ധവൈദ്യൻ്റെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മുടെ കഞ്ചാവ് മൊയ്തീന് കാശ് കൊടുക്കാൻ പറ്റാഞ്ഞപ്പോൾ അവൻ അത് എടുത്തോണ്ട് പോയി. പിന്നെ അതും ചുറ്റി അവൻ്റെ നടപ്പ്. മൊയ്തീനക്ക
എടുത്തോണ്ടു തെണ്ടി. എനിക്കറിയാവോ ഇതാണ് അതെന്ന്. കടിക്കരുത്. ശരി സർ, താങ്ക്സ്. തൃപ്തിയായല്ലോ. വാ വാ വാ. ഞങ്ങൾ പോയിട്ട് അയ്യോ, ബാക്ക് ബോൺ. മർദ്ദനമുറിയല്ല, അഹിംസാ മാർഗ്ഗം സൂക്ഷിക്കുക.